സിനിമ. ഒരു 10 വർഷത്തിന് ഇങ്ങോട്ടാണ് നമുക്ക് ഈ വാക്ക് സുപരിചിതമാകുന്നത്. അതിനു മുൻപും അന്യഭാഷാ സിനിമകൾ കാണാറുണ്ടെങ്കിലും പാൻ ഇന്ത്യൻ സിനിമ വിപ്ലവത്തിന് തുടക്കമിട്ടത് തെലുങ്ക് നടൻ പ്രഭാസിന്റെ ബാഹുബലി എന്ന ചിത്രമാണ്. അതിന്റെ ചുവട് പിടിച്ച് ഒട്ടനവധി ചിത്രങ്ങൾ വന്നു. എല്ലാ ഭാഷകളിലെയും പ്രേക്ഷകർ കാണുന്നത് കൊണ്ട് തന്നെ പല പല ഭാഷകളിലെയും താരങ്ങൾ ഇത്തരം ചിത്രങ്ങളിൽ അണിനിരക്കാൻ തുടങ്ങി. മലയാള സിനിമയുടെ വൈഡ് ആക്സെപ്റ്റൻസ് കാരണമായിരിക്കണം ഇത്തരം പാൻ ഇന്ത്യൻ ചിത്രങ്ങളിൽ ഏറ്റവും അധികം അവസരങ്ങൾ വന്നു ചേർന്നത് മലയാളി താരങ്ങൾക്കാണ്. മലയാള സിനിമയുടെ റേഞ്ച് മാറിയ പോലെ തന്നെയാണ് മലയാളി താരങ്ങളുടെ റേഞ്ച് മാറിയതും. സിനിമകൾ OTTയിൽ ഇറങ്ങാൻ തുടങ്ങിയതോടെയാണ് ഇതിന് ആക്കം കൂടുന്നത്. അതിനു മുൻപും ഇത്തരം മലയാള സിനിമകൾ ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുദാഹരണമാണ് മിന്നൽ മുരളിയും കുമ്പളങ്ങി നൈറ്റ്സും ഒക്കെ. ഇത്തരത്തിൽ മലയാളി താരങ്ങളുടെ റേഞ്ച് മനസ്സിലാക്കിയ മറ്റ് ഇൻഡസ്ട്രിക്കാരും പ്രേക്ഷകരും മലയാളി താരങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. ഫഹദ് ഫാസിലാണ് അത്തരത്തിൽ തെന്നിന്ത്യക്ക് അപ്പുറം ഈ പാൻ ഇന്ത്യൻ ലെവലിൽ ജനപ്രീതി നേടിയത്. കുമ്പളങ്ങി നൈറ്റ്സ് അത്രയധികം പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നു. പിന്നാലെ അല്ലു അർജുന്റെ പുഷ്പയിലെ ഭൻവർ സിംഗ് ഷെഖാവത്തായുള്ള പ്രകടനവും ഫഫയെ പാൻ ഇന്ത്യൻ ലെവലിൽ സ്റ്റാറാക്കി. അതിന്റെ ഹിന്ദി പാട്ടും ബോക്സ് ഓഫീസിൽ വമ്പൻ റെക്കോർഡ് കളക്ഷൻ നേടിയിരുന്നു. ഇനി പുഷ്പയുടെ രണ്ടാം ഭാഗമായ പുഷ്പ 2 ദി റൂളാണ് ഫഹദിന്റേതായി ഇറങ്ങാനിരിക്കുന്നത്. അതിൽ ഫഹദിന്റെ കഥാപാത്രം കൂടുതൽ പ്രാധാന്യത്തോടെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതുകൂടാതെ ബാഹുബലി നിർമ്മാതാക്കളായ അർക്ക മീഡിയ വർക്സിന്റെ പ്രൊഡക്ഷനിൽ ഫഹദ് ഫാസിൽ നായകനായി 2 തെലുങ്ക് ചിത്രങ്ങൾ കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡോണ്ട് ട്രബിൾ ദി ട്രബിൾ, ഓക്സിജൻ എന്നിവയാണ് അതൊക്കെ. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇതിനോടകം പുറത്തിറങ്ങിയിട്ടുണ്ട്. പൊതുവെ ഇന്ത്യൻ സിനിമകളിൽ ബോളിവുഡ് സിനിമകൾക്കാണ് റീച്ച് കൂടുതലെന്നാണ് പറയാറുള്ളത്. പക്ഷെ പല തെലുങ്ക് സിനിമകളും അതിനെ മറികടന്നിട്ടുണ്ട്. അതിലെല്ലാം മലയാളി താരങ്ങളുടെ സാന്നിധ്യവുമുണ്ട് എന്നതാണ് ഒരു പ്രത്യേകത, അതും ലീഡ് റോളുകളിലൊക്കെ. അതിൽ പ്രധാനികളാണ് ദുൽഖറും ഫഹദും പൃഥ്വിരാജും ഒക്കെ. ദുൽഖർ ഇതിനോടകം ആ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. കീർത്തി സുരേഷിനൊപ്പമുള്ള മഹാനടി എന്ന ചിത്രവും മൃണാൽ ഠാക്കൂറിനൊപ്പമുള്ള സീതാരാമവും ഒക്കെ ദുൽഖറിന്റെ പാൻ ഇന്ത്യൻ ഹിറ്റുകളാണ്. ഇനി വരാനിരിക്കുന്ന ദുൽഖറിന്റെ പാൻ ഇന്ത്യൻ ചിത്രമാണ് വെങ്കി അറ്റ്ലൂരിയുടെ ലക്കി ഭാസ്കർ. പൃഥ്വിരാജിനെ നോക്കുമ്പോൾ 2010 പോലീസ് എന്ന ചിത്രത്തിലൂടെയാണ് തെലുങ്കിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. പക്ഷേ KGF സംവിധായകൻ പ്രശാന്ത് നീലിന്റെ സലാർ എന്ന ചിത്രമാണ് പൃഥ്വിയെ തെലുങ്ക് പ്രേക്ഷകർക്കിടയിൽ ഹിറ്റാക്കിയത്. സലാർ സെക്കൻഡ് പാർട്ടിനൊപ്പം വേറൊരു തെലുങ്ക് ചിത്രത്തിലും താരം വേഷമിടുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല. RRന് ശേഷം രാജമൗലി സംവിധാനം ചെയ്യുന്ന മഹേഷ് ബാബു ചിത്രത്തിലാണ് താരം എത്തുകയെന്നാണ് പറയുന്നത്. ആഫ്രിക്കൻ ജംഗിൾ അഡ്വഞ്ചർ ജോണറിൽ പെടുന്ന ഈ ചിത്രത്തിൽ വില്ലനായിട്ടായിരിക്കും താരം എത്തുക. അത് ഹിറ്റാവുകയാണെങ്കിൽ ടോളിവുഡിൽ താരത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുന്ന ചിത്രമായിരിക്കും അത്. ഇവരെ കൂടാതെ മലയാളത്തിൽ നിന്നും തെലുങ്കിലേക്കും തമിഴിലേക്കുമൊക്കെ നിരവധി മലയാളി നടീനടന്മാർ പണ്ടേ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. ഉർവശി, ശോഭന, മീര ജാസ്മിൻ, ഭാവന, നസ്രിയ, ജയറാം തുടങ്ങി ആ നിര നീണ്ടുപോകുന്നുണ്ട്. പക്ഷേ ലീഡ് റോളിൽ വന്ന് ബോക്സ് ഓഫീസ് കളക്ഷനിൽ ഓളമുണ്ടാക്കുന്ന ട്രെൻഡ് ഇപ്പോഴാണ് ശ്രദ്ധ നേടിയതെന്ന് മാത്രം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.